ഒരു പ്രൊഫഷണൽ കേട്ടതാണ്. ഈ കർമ്മങ്ങളിൽ ബോഡി ഉപയോഗിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സുപയോഗിച്ച്, പിന്നെ എനർജി ബേസ്. ഇതിൽ ഏറ്റവും കൂടുതൽ കർമ്മബാധ്യതയും നമുക്ക് വളരെ അനന്തരഫലങ്ങൾ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന എനർജി ബേസുള്ള കർമ്മമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എനർജി ബേസ്, പ്രത്യേകിച്ചും ബ്ലാക്ക് മാജിക് അങ്ങനെയുള്ള എനർജി മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളാണ് അവർക്ക് വലിയൊരു കർമ്മബാധ്യത ഉണ്ടാക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. അതിനെക്കുറിച്ചൊന്ന് സാറിൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അത് ശരി തന്നെ ആയിരിക്കുമല്ലോ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവർക്കും എനർജി ബേസ്ഡ് ആയിട്ടുള്ള കാർമിക് ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ സാധ്യത ഉണ്ടാകുന്നത് മനുഷ്യൻ അവൻ്റേതായ എന്തെങ്കിലുമൊക്കെ പ്രാക്ടീസുകളുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ സാധന എന്ന് വിളിക്കുന്ന ഒരു കാര്യങ്ങൾ കൊണ്ട് ആയിരിക്കും അത്തരത്തിലുള്ള കഴിവുണ്ടാക്കിയെടുക്കുന്നത്. അത് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാം. അപ്പം ചീത്ത കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ് എനർജികളെ, അങ്ങനെ ഉള്ള ഊർജങ്ങളെ സങ്കോചിപ്പിച്ച് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നശീകരണ സ്വഭാവത്തോടുകൂടി ചെലുത്തുക എന്ന് പറയുന്നത്. അതിനകത്തൊരു വയലൻസ് തീർച്ചയായിട്ടും ഉണ്ട്. അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പം സംഭവിക്കുന്നത്. ഒന്ന്, ഈ ഉപദ്രവിക്കുന്നു എന്നുള്ളത്. രണ്ട്, ഉപദ്രവിക്കാൻ വേണ്ടി താൻ ആർജിച്ച കഴിവുകൾ സമാഹരിച്ച് അതിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. എന്തുകൊണ്ടാണ് യമനിയമാദികൾ പിന്നെ ധാരണധ്യാന സമാധികൾക്ക് മുമ്പായിട്ട് പതഞ്ജലി വച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യമനിയമങ്ങളിൽ കൂടി സത്യം, അസയം, അപരിഗ്രഹം, ബ്രഹ്മചര്യം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവൻ ഈ യോഗസിദ്ധികൾ തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്ന് അനുമാനിക്കുന്നു. യോഗസിദ്ധികൾ എല്ലാവർക്കും ഉണ്ടാവും, എളുപ്പമായിരിക്കും ചിലപ്പം. പക്ഷെ അതുകൊണ്ടുള്ള ഉപദ്രവം, അതൊക്കെ ഉപദ്രവിച്ച് ആളുകളെ ഉപദ്രവിക്കാനും നമ്മുടെ പുരാണങ്ങളിൽ തന്നെയുള്ള കഥാപാത്രങ്ങളെ എടുത്തു നോക്കി അറിഞ്ഞൂടെ? അവർ വലിയ കഴിവുള്ളവരാണല്ലോ, വലിയ പ്രമാണികളാണ്, അവർക്ക് വലിയ സിദ്ധികളുണ്ട്, തപസ്സിദ്ധികളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് ആരെ കൊണ്ട് നടക്കും എന്ന് ചോദിച്ചുകൊണ്ട് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ചെന്ന് ചോദിക്കുന്നതായിട്ടൊക്കെ പറയുന്നില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള കഥകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വെച്ചാൽ മനുഷ്യന് അപാരമായിരിക്കുന്ന മോൺസ്ട്രസ് പവറുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനയാണ്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് തെറ്റായിട്ട്, വയലൻസായിട്ട് അവരുടെ സിദ്ധികളെ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി പോകണം. അതിനുവേണ്ടി തന്നെയാണ് യമനിവാദികളെ മുമ്പ് ഇട്ട് സത്യം, അസത്യം, ഒരിക്കലും ബ്രഹ്മചര്യം, ധാരണ, ധ്യാനം, പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ, പിന്നെ ശൗച സന്തോഷാദികൾ, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുമൊക്കെ ഇട്ട് അതിൽ കൂടെയൊക്കെ നടത്തിക്കഴിഞ്ഞ് മാത്രമേ ധാരണ ധ്യാനത്തിലേക്ക് പോകാവൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവനുണ്ടാകുന്ന സിദ്ധികൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കപ്പെടില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ടാക്കുന്നുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എനർജിയെ ബേസ് ചെയ്തുള്ള പ്രവൃത്തികൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ കാർമ്മികമായ ഇരട്ട ഫലങ്ങളാണ്. ഒന്ന്, ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നു എന്നുള്ളത്, പിന്നെ ആ കഴിവ്, ആ സാധ്യത ഉപയോഗിച്ചു എന്നുള്ളത്. ശുക്രാചാര്യർക്ക് ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു. ശുക്രാചാര്യർക്ക് മകളെ ദേവയാനിയെ വലിയ ഇഷ്ടമായിരുന്നു. ദേവയാനി ഓരോയിടത്തും ചെന്ന് വഴക്കൂടി പിണങ്ങിക്കൊണ്ടുവരും, ശുക്രാചാര്യരെ ശപിക്കുകയും ചെയ്യും. ഈ ശപിക്കുമ്പോൾ അതുവരെയുള്ള തപസ്സിൻ്റെ ഫലം മുഴുവൻ തീരും. വീണ്ടും കാട്ടിപ്പോയി തപസ് ചെയ്യും. ദേവയാനി വീണ്ടും അടുത്ത പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും. ഇങ്ങനെയായിരുന്നു ശുക്രാചാര്യ ഗതി എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ എനർജി സംഭരിക്കുക, എനർജി മുഴുവൻ കളയുക, സംഭരിക്കുക, വലിക്കുക, കൊടുക്കുക, വലിക്കുക, കൊടുക്കുക എന്ന് പറയുന്ന സ്വഭാവത്തിലേക്ക് അവർ പോകുന്നതായിട്ട് കാണാം. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള എനർജികൾക്ക് തീർച്ചയായും അതിൻ്റേതായ ഫലങ്ങൾ ഉണ്ടാകുന്നുള്ള സംശയമില്ല. അത്തരത്തിലുള്ള കർമ്മങ്ങൾ, ഊർജ സഞ്ചാലനം, അവിടെയും ഇവിടെയും ചിതറിക്കിടക്കുന്ന ഊർജ സ്രോതസ്സുകളെ കൂട്ടി ഇണക്കി ഒരിടത്ത് ഫോക്കസ് ചെയ്ത് ഒരു ജെറ്റായിട്ട് ഒരു വ്യക്തിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിൽ സാറത്ത് ഉദ്ദേശിക്കുന്ന പോലുള്ള കർമ്മങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും അതിൻ്റേതായ ഫലം ഉണ്ടാകുന്നുള്ള സംശയമൊന്നുമില്ല.